പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് 2024 മാർച്ച് 11 സൗദി അറേബ്യയിൽ നോമ്പിൻ്റെ വ്രതാനുഷ്ഠാനം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ നാളെയാണ് ഇത് തുടങ്ങുക. എന്താണ് ഈ ദിവസ വ്യത്യാസത്തിനു കാരണമെന്ന് ചോദിച്ചാൽ, പറയപ്പെടുന്ന കാരണം, അതായത് നാളെ റംസാൻ ആരംഭിക്കണമെങ്കിൽ ഇന്ന് രാത്രി ക്രസൻറ്റ് മൂൺ, ഉദിച്ചു വരുന്ന സൂര്യനെ കാണണം. ഈ ഉദിച്ചു വരുന്നു എന്നൊക്കെ പറയുന്നത് ലോക്കൽ ടേമിൽ പറയുന്നതാണ്. ക്രസൻറ്റ് മൂൺ, അതിനെ കണ്ണുകൊണ്ട് കാണണം, നേത്രം കൊണ്ട് കാണണം. എന്നാൽ മാത്രമേ. ഇന്നലെ സൗദി അറേബ്യയിൽ കണ്ടു എന്നാണ് റിപ്പോർട്ട്. സൗദി ഭരണകൂടം ഇടയ്ക്കൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു. സാധാരണഗതിയിൽ ഖാസിമാര്, മുല്ലമാര്, ഉസ്താദുമാര്, അങ്ങനെ വിശ്വാസയോഗ്യമായ ആളുകൾ പറഞ്ഞാലേ ഇത് കണക്കിലെടുക്കുള്ളായിരുന്നു. ഇപ്രാവശ്യം അവർ പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും ക്രസൻറ്റ് മൂണിനെ കണ്ടാൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് അറിയിക്കുക, ഞങ്ങളത് വിശകലനം ചെയ്ത് റംസാൻ പ്രഖ്യാപിച്ചുകൊള്ളാം. അവരങ്ങനെ വ്യാപകമായി സ്റ്റെലസ്കോപ്പും പിന്നെ ബൈനാക്കുലറും ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ ചിത്രമൊക്കെ നമുക്കിന്ന് ലഭ്യമാണ്. പരിശോധിച്ചു, എന്നിട്ട് മൂണിനെ കണ്ടു. അപ്പം സൗദി അറേബ്യ നമ്മളിൽ നിന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ സമയവ്യത്യാസം, കിലോമീറ്ററിൽ 2.5 മണിക്കൂർ സമയവ്യത്യാസമുള്ള ഭൂപ്രദേശമാണ്. അതുകൊണ്ട് അവിടെ ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ 2.5 മണിക്കൂർ കഴിഞ്ഞോ മുമ്പോ ഇവിടെ ചന്ദ്രനെ കണ്ടിരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷെ ഇവിടെ കണ്ടില്ല. ഇവിടെ കാണാത്തതിന് കാരണം ഈ പഴഞ്ചൻ സമ്പ്രദായം അനുസരിച്ച് നഗ്നനേത്രം കൊണ്ട് കാണണമെന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ്. ഈ ക്രസൻറ്റ് മൂൺ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധ്യമല്ല, പ്രയാസമാണ്. സാധ്യമല്ലെന്നല്ല, പ്രയാസമാണ്. കാരണം അത് ഉദിച്ച് ഉടനെ അസ്തമിക്കുന്ന രീതിയിലാണ്. പകൽ വെളിച്ചത്തിൽ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഇത് ഉദിച്ചു വരുന്നത്. അതുകൊണ്ട് കാണൽ അപൂർവമാണ്. പിന്നെ ആകാശത്ത് മേഘപടലങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. 2ാമത്തെ ദിവസം അത് ക്രസൻറ്റ് മൂണിനെ കാണാൻ വലിയ ബുദ്ധിമുട്ടും ഇല്ല. അപ്പം പറയപ്പെടുന്നത്, ഇപ്പം റംസാൻ്റെ അവസാന ദിവസം ക്രസൻറ്റ് മൂണ് കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെരുന്നാളാണ്. ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കുന്നത് പെരുന്നാളിൻ്റെ അന്ന് റംസാനോ, റംസാനിൻ്റെ അന്ന് പെരുന്നാളോ പൊറുക്കാനൊക്കാത്ത പാപമാണ്. എന്താ പറയുക, ഈ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ആളുകൾ എന്നാ പിഴച്ചു. നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സംഗതി അല്ല ഇത്, ബുദ്ധിമുട്ടാണ്. ഇന്ന് അതിന് ഒരുപാട് വഴികളുണ്ട് നമുക്ക്. അപ്പം ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പറയുന്നത്, റമദാൻ 2024 ചാന്ദ്രദൃശ്യം ലൈവ് അപ്ഡേറ്റുകൾ. റമദാനിലെ ചന്ദ്രക്കല ഞായറാഴ്ച, അതായത് ഇന്നലെ സൗദി അറേബ്യയിൽ കണ്ടു. 2 രാജ്യങ്ങൾക്ക് പുറമെ, സൗദി അറേബ്യ അല്ലാതെ മറ്റു 2 രാജ്യങ്ങൾക്ക് പുറമെ ചില പാശ്ചാത്യ രാജ്യങ്ങളിലും ചന്ദ്രൻ ദൃശ്യമാണ്. ചുരുക്കത്തിൽ നമ്മുടെ ഏഷ്യ ഭാഗത്തൊക്കെ, യൂറോപ്പ് ആ ഭാഗത്തൊക്കെ ചന്ദ്രനെ, ക്രസൻറ്റ് മൂണിനെ ആളുകൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് റമദാൻ ചന്ദ്രക്കല ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മറ്റു രാജ്യങ്ങളും നാളെയാണ് ദൃശ്യമാവുന്നത്. ഇതിൽ പരം ഒരു തമാശ എന്താണ് പറയാനുള്ളത്? അതായത് date and time of each new moon can be computed exactly. എന്ന് വെച്ചാൽ ഓരോ അമാവാസയുടെയും ചന്ദ്രൻ്റെയും തീയതിയും സമയവും കൃത്യമായി കണക്കാക്കാം. നമ്മൾ ചന്ദ്രനിൽ ചെന്നിറങ്ങി പല പ്രാവശ്യം. ഇനി ചന്ദ്രനിൽ സ്ഥിരതാമസമാക്കാനുള്ള പരിപാടികളൊക്കെ നമ്മുടെ ആലോചനയിലേക്കൊണ്ട്, അതൊക്കെ വലിയ കാര്യമാണ്. ഇപ്പോൾ തൽക്കാലം അവിടെ നമ്മൾ പറയാൻ മുതിരുന്നില്ല.
ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് വലിയൊരു തമാശയുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം, അവർ അതിനകത്തെ ബുദ്ധിജീവികളാണ്. ഈ മുസ്ലിങ്ങളുടെ മൊത്തം ജീവികൾക്ക് കാച്ചിക്കുറുക്കി മുജാഹിദിൻ്റെ തലയ്ക്കാണ് അള്ളാഹു ഇടിച്ചു കയറ്റിയിരിക്കുന്നത്. അതിൻ്റെ പ്രഗത്ഭനായ ബാസിൽ അബ്ദുല്ല, അദ്ദേഹമാണ് ഇപ്പം നിറഞ്ഞാടി നിൽക്കുന്ന ഒരു കഥാപാത്രം. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ നബി ചന്ദ്രനെ പിളർത്തി എന്ന കാര്യം വിശ്വസിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. അതായത് ചന്ദ്രനെ പിളർത്തി നബി. എങ്ങനെയാ ഇത്? സൂറത്തുൽ ഖമർ എന്ന അധ്യായത്തിൽ 1-ാമത്തെ വാചകമായി, ദ ഹവർ ഹാസ് ഡോൺ നിയർ ആൻഡ് ദ മൂൺ വാസ് സ്പ്ലിറ്റ് ഇൻടു ടു. സമയമെടുത്തപ്പോൾ ചന്ദ്രൻ രണ്ടായി പിളർന്നു. അതായത് സകല ലോകത്തിൻ്റെയും എല്ലാ അർത്ഥങ്ങളെയും ഇടിച്ചു കലക്കി ഒരു ഗ്രന്ഥത്തിലാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് ഈ തരൽ. അതിലാണ് ഈ പറയുന്നത്, നമ്മുടെ ഭൂമിയിൽ നിന്ന് അടർന്നു പോയി നമ്മുടെ നിലനിൽപ്പും നമ്മുടെ എന്താ പറയുക കടലിലെ എന്താ പറയുക ടൈറ്റ്സ്, അതൊക്കെ ഭൂമിയുമായി നിരന്തര ബന്ധമുള്ള ഒരു ചന്ദ്രനെ രണ്ടായി പിളർത്തിയെന്നും അത് വീണ്ടും ഒരുമിച്ച് ചേർത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മക്കഥ വിശ്വസിക്കുന്ന ആളുകൾ പോലും വിശ്വസിക്കത്തില്ല. അപ്പം ഒരു ചോദ്യം വരും, മുസ്ലിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവോ? ഇതൊന്നും മുസ്ലിങ്ങൾക്ക് വിഷയമല്ല. അള്ളാഹു, നോമ്പ്, പെരുന്നാൾ, സക്കാത്ത്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ജീവിതമൊക്കെ. ഇത് ചന്ദ്രനെ പിളർത്തിയാലെന്ത്, ചന്ദ്രനിൽ പോയാലെന്ത്? ഈ ചന്ദ്രനിൽ പോയ കാലഘട്ടം 69-ലാണ്. ഞാൻ 75 കാലഘട്ടത്തിലൊക്കെ മണക്കാട് വലിയ പള്ളിയിലെ പെരിയ ഉസ്താദ്, ഭയങ്കര ഉസ്താദാണ് അദ്ദേഹം, എൻ്റെ പറഞ്ഞാൽ പോടാ ഭ്രാന്ത, നിനക്ക് വേറെ ജോലിയില്ല, ഏതോ മലയിൽ പോയി കല്ലെടുത്ത് കൊണ്ട് വന്നാണ് ഇവന്മാർ ചന്ദ്രനിൽ കല്ലെടുത്തു, ചന്ദ്രനിലൊക്കെ പോകാനൊക്കും. ഇത് 73-74 കാലഘട്ടത്തിൽ ഉസ്താദ് പറഞ്ഞുവെങ്കിൽ ഈ അടുത്തൊരു കാലത്ത് എന്നോട് ഇതേപോലെ ഒരു മഹാൻ വിദ്വാൻ തട്ടിവിട്ടു. ഇവരോടൊക്കെ എന്നാ പറയാനാണ്? പക്ഷേ ഇന്നത്തെ മുസ്ലിം യുവാക്കളും യുവതികളൊക്കെ ഇമാതിരി അമ്മൂമ്മ കഥയെ കണക്കിലേ എടുക്കുന്നില്ല. അവരുടെ ജീവിത രീതി വേറെയാണ്. അപ്പോൾ മൂണിൻ്റെ ഓരോ അവസ്ഥാ വിഭാഗങ്ങളെയും അവസ്ഥാന്തരങ്ങളെയും ഓരോ കാലഘട്ടത്തിൽ എപ്പോൾ വരും, എവിടെ വരും, എങ്ങനെ ദൃശ്യമാകുമെന്നൊക്കെ വളരെ കൃത്യം ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസമില്ലാതെ നമുക്കിപ്പോൾ കണക്കിലെടുക്കാൻ, കണക്കാക്കാൻ ആ പ്രാഗൽഭ്യം നമ്മൾ നേടിക്കഴിയും. അപ്പം ലോക മുസ്ലിങ്ങൾ ചെയ്യാനുള്ളത്, അതായത് ആധുനിക ഉപകരണങ്ങളുടെ സജ്ജീകരണത്തോടു കൂടി സൗദിയിൽ തന്നെ അവർ പ്രഖ്യാപിക്കട്ടെ. സൗദി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, സൗദിയിലാണല്ലോ നബി ജനിച്ചതും വളർന്നതും ഈ മതം സംസ്ഥാപിച്ചതും. ഒരു കേന്ദ്രമാണല്ലോ മക്ക. ഈ പറയുന്ന മെക്ക എന്ന് കഅബ എന്ന് പറയുന്ന ഭൂമിയുടെ കേന്ദ്രം എന്നല്ലേ, അപ്പം ഉരുണ്ട ഭൂമിയുടെ കേന്ദ്രം എന്നൊക്കെ അല്ലേ തള്ളുന്നത്. ഭൂമി വെച്ച് നമ്മളെ തള്ളുകയാണ്. ആ തള്ളലിൻ്റെ കേന്ദ്രമായത് മെക്കയിൽ ഉള്ള ഭരണാധികാരി പറഞ്ഞാലെങ്കിലും, പക്ഷെ മക്കയിലെ ഭരണാധികാരികൾ ഇപ്പോൾ ഭയങ്കര ചതുർത്ഥിയാണ്. കാരണം അയാളൊരു ശൈത്താൻ്റെ രൂപത്തിൽ, അയാളൊരു യുക്തിവാദി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ചന്ദ്രനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ ചെന്ന് താമസിക്കാനായിട്ട് അവിടുത്തെ മർദ്ദം, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അന്തരീക്ഷം, ജലം ഇല്ലായ്മ ഒക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സ്പേസ് സൂട്ട് ഇല്ലാതെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിന്ന ഭിന്ന പോകും. നമ്മൾ ചൊവ്വയിലത്തെ പോലെ ഭൂമിയിലെ യാതൊരു സാദൃശ്യ അന്തരീക്ഷവും മൂണിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഈ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ന്യൂ മൂൺ, waxing crescent, first quarter, waxing gibbous, full moon, waning gibbous, third quarter, waning crescent. ഈ രീതിയിലാണ് ഒരു മാസത്തെ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന പാഠങ്ങളാണെങ്കിൽ, ഈ ചന്ദ്രനെ പിളർത്തിയതുപോലെ മറ്റൊരു കഥ കൂടെ ഇവന്മാർ തള്ളുന്നുണ്ട്. നീൽ ആംസ്ട്രോങ് അവിടെ പോയപ്പോൾ
അവിടെ ബാങ്ക് വിളി കേട്ടു എന്നാണ്. അന്തരീക്ഷമില്ലെങ്കിൽ എങ്ങനെയാണ് സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരിക? അതൊന്നും പിന്നെ ബാങ്ക് വിളി എന്ന് വെച്ചാൽ നിസ്കാരത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയതാകെ ആംസ്ട്രോങ് ആണ്, ക്രിസ്ത്യാനിയാണ്. അയാളെ നിസ്കാരത്തിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് ഏത് നല്ല പിള്ളയെയും തൻ്റെ പിള്ളയെന്ന് പറയാനുള്ള ഈ മമ്മൂഞ്ഞിൻ്റെ ഒരു സ്വഭാവമാണ്. ഈ പുതിയ പുതിയ ആശയങ്ങളെ ഇവര് വലിയ തമാശയായ ഒരു കാര്യം, ഇപ്പം അള്ളാഹു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു, ഇതിലാരും ആയിക്കോട്ടെ, അവരൊക്കെ ഇവർ കണ്ടിട്ടാണോ വിശ്വസിക്കുന്നത്? കാണുക പോലുമല്ല, ആലോചനയിൽ പോലുമില്ല, ചിന്തയിൽ പോലും വരാത്ത ഒരു സാധനമാണ്. നിങ്ങൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും വിശ്വാസി അള്ളാഹുവിനെ ഒന്ന് സങ്കല്പിച്ച് നോക്കും. ഒരു ചിത്രം തരാൻ പോലും അവർക്ക്. നമുക്കിന്നിപ്പം ചൊവ്വയിലെ മാർസ് പോയിട്ട് വളരെ എന്താ പറയുക ഫിക്സലിലുള്ള ചിത്രങ്ങളാണ് ഇപ്പം അവസാനം നമുക്ക് കിട്ടിയത്. നമ്മൾ ശൈശവദശയിലാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് എങ്കിൽ തന്നെയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നമ്മൾ ദൂരം താണ്ടിക്കഴിഞ്ഞു. അതൊന്നും നിസ്സാരമായി കണക്കിലാക്കാനേ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വരാൻ കാരണം മറ്റൊരു തമാശയായ കഥ ഈ കാണാത്ത ദൈവത്തെ വിശ്വസിക്കും. കാണാൻ പറ്റുന്ന ചന്ദ്രനെ അവിടെ ഉണ്ടെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസം. എങ്ങനെ? ഇല്ലാത്ത ദൈവത്തെ, കാണാത്ത ദൈവത്തെ, സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു ദൈവത്തെ ഉണ്ട് എന്നും നിയന്ത്രിക്കുന്നു എന്നും തൻ്റെ ജീവിതത്തിൽ തൻ്റെ ബെഡ്റൂമിൽ വരെ ഇടപെടുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തി ക്രസന്റ് മൂൺ അവിടെ ഉണ്ട്. അത് നിനക്ക് കാണാൻ സാധിക്കുന്നില്ല. കാണാൻ വേറെ മാർഗങ്ങളുണ്ട്. ടെലസ്കോപ്പ് ഉണ്ട്. ടെലസ്കോപ്പിലല്ലോ പേര് ഞാൻ മറന്നുപോയി, സോറി, ദൂരദർശിനി. പിന്നെ പല ഉപകരണങ്ങളും ഇന്ന് ലഭ്യമാണ് അതിനെ കാണാൻ വേണ്ടിയിട്ട്. പല രീതികളുമുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവിടെ ഉണ്ടായിട്ട് പോലും നീ കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഇരട്ടത്താപ്പ്. ഇതെല്ലാം ഒരു മച്ചമ്പിത്തരമാണ്. എന്താ ഈ മച്ചമ്പിത്തരം? മച്ചമ്പിയാകുമ്പോൾ വളരെ സൗഹൃദമായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുമാകാമെന്നുള്ള ഒരു നിലപാടാണ് വിശ്വാസിക്കും ദൈവത്തിനും വിശ്വാസത്തിനും തമ്മിലുള്ളത് എന്നുള്ളതാണ് ഇത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ MGRൻ്റെ പണ്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, എങ്കൾ തങ്കം. അതിൽ ഒരു കഥാകാലക്ഷേപം എന്നൊരു പരിപാടിയുണ്ട്. അതിൽ ഇന്ത്യക്കാർ ചന്ദ്രനിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ ഉടനെ അമേരിക്കയെ ബന്ധപ്പെട്ട് അതിൻ്റെ റോക്കറ്റ്, അതിൻ്റെ സാങ്കേതിക വിദ്യ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിച്ചു. നമ്മൾ ഇന്ത്യ എന്തേറ്റെടുത്തു? പപ്പടം, പുട്ട്, പയറ്, മൈക്ക് സെറ്റ്, പൂവ്, പൂജ ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തു. അങ്ങനെ ചന്ദ്രനിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു മാമി വന്ന് പറഞ്ഞു, എടാ മഠയന്മാരെ, നിങ്ങൾ എവിടെയാണ് പോണത്? അമാവാസയാണ്, ഇന്നവിടെ ചന്ദ്രനില്ല, അതുകൊണ്ട് നിങ്ങളുടെ പോക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അനിശ്ചിതകാലത്തിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാത്ര മാറ്റിവെച്ചിരിക്കുകയാണ്. ചന്ദ്രയാൻ പോയി, അത് വേറെ കാര്യം. പക്ഷേ നമ്മളിപ്പം ഗണപതിക്ക് പ്ലാസ്റ്റിക് തലയും പുഷ്പകവി വൈമാനിക ശാസ്ത്രവും ഒക്കെ കണ്ടെത്തുന്ന കൂട്ടത്തിൽ ചന്ദ്രയാത്ര നമ്മൾ അനിശ്ചിതമായി ഈ വിശ്വാസപരമായി അന്നത്തെ മനുഷ്യർക്ക് അവരുടെ കഴിവനുസരിച്ച് ചന്ദ്രനെ പിളർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രൻ, എന്താണ് ഭൂമി, ചന്ദ്രനും ഭൂമിയുമായിട്ടുള്ള ബന്ധം എന്താണ്, പിളർത്താൻ പറ്റുന്നതാണോ, ഈ കാണുന്നത് പോലെയാണോ, കാണാത്ത ഒരു ഭാഗം അവിടെ ഉണ്ടല്ലോ. നമുക്ക് അവിടെ വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഒരു 1500 വർഷം കഴിഞ്ഞാൽ നീൽ ആംസ്ട്രോങ് അവിടെ പോയി ഇറങ്ങുമെന്ന് ഒക്കെയുള്ള ധാരണ അവർക്കുണ്ടാവില്ല. അന്ന് ഞാൻ ജീവിച്ചാലും ഈ ധാരണ ചന്ദ്രനെ പിളർത്തി എന്നത് ഞാൻ വിശ്വസിക്കും. കാരണം ഞാൻ എൻ്റെ കാലഘട്ടത്തിൻ്റെ സന്തതിയാണ്. പക്ഷെ കാലം മാറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ക്രസന്റ് മൂൺ അവിടെ ഉണ്ട്. മഠയ, നിനക്കത് കാണാൻ സാധിക്കുന്നില്ല. നീ വിചാരിച്ചാൽ കാണാൻ സാധിക്കും. എന്നിട്ട് അതില്ല എന്ന് നീ വിശ്വസിക്കുമ്പോൾ നിന്റെ വിശ്വാസത്തിൻ്റെ എന്താ പറയുക മഹാപൊള്ളത്തരം അതാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. അപ്പോൾ ആധുനിക മുസ്ലിങ്ങൾ ഇനി ഇങ്ങോട്ട് ഈ രീതിയിൽ തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഒരു ഏകോപിപ്പിച്ച് കുറേ കാസിമാരും ഉസ്താദുമാരും ഒക്കെ ഇവന്മാർക്ക് ആളാവാൻ വേണ്ടി അവർ പ്രഖ്യാപിക്കണം. അവരുടെ TV യിലും മറ്റതിലൊക്കെ അവരുടെ പേര് വരണം. ഇപ്പം ഇന്നും മണക്കാട് വലിയ പള്ളി ജമാഅത്തിൻ്റെ
പ്രസിഡന്റും സെക്രട്ടറിയും ഖാലിയൊക്കെ കൂടിയിരുന്നിട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ച്. എടോ, ഇന്നലെ ഉണ്ടായ സാധനമാണ്, ഇന്നലെ വന്നു പോയതാണ്, ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഞാൻ ആ ഡേറ്റ്സ് കാണിച്ചു തരാം. ഇന്ത്യയിലെ, കേരളത്തിലെ, ഏഷ്യയിലെ ചന്ദ്രൻ്റെ റേഡിയം കാണിച്ചു തരാം, ക്രസന്റ് മൂണിൻ്റെ. എന്നിട്ട് പറയുകയാണ് ഈ കാസി, ഇവനൊക്കെ എന്ത് വിദ്യാഭ്യാസ യോഗ്യതയാണുള്ള, അസ്ട്രോളജിയെക്കുറിച്ചും ഈ അസ്ട്രോണമിയെക്കുറിച്ച് എന്തറിയാം, ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ച് എന്തറിയാം? ഒരു വിവരവുമില്ല. ഒരു വിവരവുമില്ലാത്ത ആളുകളുടെ കയ്യിൽ ഇത്തരം പ്രഗത്ഭമായ കാര്യങ്ങളെ ഏൽപ്പിക്കുമ്പോഴുള്ള അപജയം, അത് അവരുടെ വയറ്റിപ്പിഴപ്പാണ്. അവർക്ക് നല്ല ശമ്പളം കൊടുക്കുക, അവരുടെ ഉപദേശങ്ങൾ, ഈ കല്യാണം, ബാക്കിയുള്ള കാര്യം, ചെണ്ട മേളം, നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രനിലേക്ക് ആളയക്കുകയാണെങ്കിൽ മൈക്ക് സെറ്റ്, പാട്ട്, മേള, പൂജ, പൂവ്, ഇതൊക്കെ നമ്മളങ്ങ് ഏറ്റെടുക്കുന്നത് പോലെ ഇത്യാദി കാര്യങ്ങൾ അവരോട് ചോദിക്കുക എന്നല്ലാതെ എന്നാണ് ചന്ദ്രനെ കാണുക എന്നുള്ള കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ അവരെ ചോദിക്കരുത്. അവരെ പട്ടിണി വിടുക, അവരെ ചന്ദ്രനിലേക്ക് കയറ്റി അയക്കുക. പക്ഷെ അങ്ങനെ ഒരു കാലം വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏതെങ്കിലും ആഗോള വ്യാപകമായി തന്നെ ഇതിനൊരു ഏകോപിപ്പിക്കൽ ഉണ്ടാകും. എന്തായാലും ഭൂഖണ്ഡത്തിൻ്റെ രണ്ട് ഭാഗത്ത് 2 ദിവസമേ നമുക്ക് കൊണ്ടാടാൻ പറ്റുള്ളൂ. ഒരു ഭാഗത്തുള്ള ആളുകൾ ഏകപക്ഷീയമായി തന്നെ കൊണ്ടാടിയിട്ട് മറുഭാഗത്ത് അത്തരത്തിലുള്ള കൊണ്ടാട്ടം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.